നമ്മൾ മ്യൂസിക് പെർസീവ് ചെയ്യുന്ന സമയത്ത് പല ആക്സിസിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു വിഷ്വലി പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആക്സിസ്, ഞാൻ എക്സ് വൈ അങ്ങനെ പറയണില്ല, ഈ ഒരു ലെഫ്റ്റ് റൈറ്റ്, ഈ ഒരു പ്ലെയിൻ, ഈ ഒരു ആക്സിസിനകത്ത് നമുക്ക് സൗണ്ടുകൾ പ്ലേസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പാൻ നോബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ റൈറ്റിൽ എവിടെയാണ് ആ സൗണ്ടുകൾ നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും പാൻ നോബ് വെച്ചിട്ട്, ഈ ഒരു പാനോരമ ഇമേജിനകത്ത്. അതേമാതിരി ഫ്രണ്ട് ടു ബാക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ അതിനെയാണ് ഡെപ്ത് എന്ന് പറയുന്ന സാധനം. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പെർസീവ് ചെയ്യുന്നതാണ്, അപ്പ് ടു ഡൗൺ വോളിയം ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് ഈ പ്ലെയിനും മാത്രമേ ഉള്ളൂ. പ്ലെയിൻ എന്നല്ല, ആ ഒരു സ്പേസ് ഡെപ്തും ലെഫ്റ്റ് റൈറ്റ് പാനോരമയും. ഈ അപ്പ് ആൻഡ് ഡൗൺ ആക്സിസ് ചില സമയത്ത് ഈ കിക്ക് ബേസ് അങ്ങനത്തെ ചില സാധനത്തിൽ എനിക്കിങ്ങനെ ചില സമയത്ത് മാത്രം വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെ ഈ ഒരു ലെവലിൽ പൊന്തുന്നതും താഴുന്നതായിട്ട്. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല. ചില ആൾക്കാർ അങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഇയേഴ്സ് കൂടുതൽ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കേട്ടുകൂടായില്ലായിരിക്കും. പക്ഷേ അറ്റ് ദ മൊമെൻ്റ് എനിക്ക് ഈ ഒരു ലെഫ്റ്റ് റൈറ്റും അതേമാതിരി ഡെപ്തും മാത്രമാണ്, ഞാൻ അങ്ങനെയാണ് മിക്സിനെ ടോട്ടലായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡെപ്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓരോ സൗണ്ടുകൾ എങ്ങനെ ഡിസ്റ്റൻ്റ് ആക്കാം അല്ലെങ്കിൽ ക്ലോസ്ഡ് ആക്കാം, ആ ഒരു കൺസെപ്റ്റ്. കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഒരു സൗണ്ടിനെ പുഷ് ചെയ്യുക എങ്ങനെ ചില സൗണ്ടുകളെ അപ്പ് ഫ്രണ്ടായിട്ട് നമ്മളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ഐഡിയ എങ്ങനെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കൺസെപ്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർക്ക് ഈ പ്ലഗിനകത്ത് ഈ പ്ലഗിൻ എന്താ ചെയ്യണത്, അതിന് ആ നോബ് എന്ത് ചെയ്യണം, അങ്ങനത്തെ അറിയാനായിരിക്കും ചിലർക്ക് താല്പര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈ കൺസെപ്റ്റും കാര്യങ്ങളാണ് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളതെന്നാണ്. സോ ഈ ഡെപ്ത്ത്, ഇത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആട്ടോ. അത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊന്നുമില്ല. സോ ഡെപ്ത്ത് ഞാൻ പേഴ്സണലി 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെപ്ത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. 1 ലെവലാണ്, 2 റിവേർബ്സാണ്, 3 ഫ്രീക്വൻസി കണ്ടൻ്റാണ്. 3 ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 ലെവൽ വെച്ചിട്ട് എങ്ങനെ ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറ്റ്ലീസ്റ്റ് പെർസീവ് ചെയ്യുന്ന ലെവൽ കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സൗണ്ടുകൾ കുറച്ചും കൂടി ഫ്രണ്ടോ അല്ലെങ്കിൽ ബാക്കിലേക്കുള്ള പ്ലേസിലേക്ക് മാറും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഡിസ്റ്റൻസിലേക്ക് പോകുന്നല്ല പറയുന്നത്. അതിന് റിവേർബിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ഒരു വോക്കലുണ്ട്, ഒരു സിന്ത് എലമെൻ്റ് ഉണ്ട്, ഒരു കിളി 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 എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ ആ സാധനം എൻ്റെ വോക്കലിനെ ഭയങ്കരമായിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കതിനെ വോക്കലിൻ്റെ ബാക്കിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെവൽ കുറച്ചാൽ മതി. അപ്പോൾ ഒബ്വിയസ്ലി വോക്കൽ കുറച്ചും കൂടി ഫ്രണ്ടിൽ വന്നവർ എനിക്ക് ഫീൽ ചെയ്യും, സിന്ത് കുറച്ചും കൂടി ബാക്കിലേക്ക് പോയായിട്ട് തോന്നും. പിന്നെ അങ്ങനെ ലെവൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള പ്ലേസ്മെൻറ്റുകൾ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വോക്കലിനെക്കാട്ടും ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് കുറച്ചും കൂടി ബാക്കോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെവൽ വെച്ചിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വലിയ ഡിസ്റ്റൻസുകൾ എനിക്ക് അങ്ങനെ ലെവൽ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് റിവേർബിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഈ ലെവലിൻ്റെ കാര്യം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്താണ് റിവേർബ് വെച്ചിട്ട് എങ്ങനെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും അറിയണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ് റിവേർബ് നമുക്ക് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഒരു വലിയൊരു ചർച്ചിൻ്റെ ഒരു ആംബിയൻസിലാണ് നമ്മളുടെ സോങ് നടക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ചർച്ചിൻ്റെ റിവേർബ് നമുക്ക് നമ്മളുടെ എലമെൻസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ആ ഒരു 3D സ്പേസ്. മറ്റേ അറ്റ്മോസും 5.1 സറൗണ്ടും അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെ സാധാ സ്റ്റീരിയോ സ്പീക്കർ യൂസ് ചെയ്തിട്ട് തന്നെ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസ് ഫീൽ ചെയ്യാൻ പറ്റും, ഏത് സ്പേസിലാണ് ഈ സൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിന് നമുക്ക് പലതരത്തിലുള്ള റിവേർബുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ റൂം റിവേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ചെറിയ സ്പേസ് ആയിരിക്കും. ഹോൾ റിവേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ഓരോ ചർച്ച് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൺവല്യൂഷൻ റിവേർബുകളുണ്ട്, ഇമ്പൾസ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ ആക്ച്വൽ സ്പേസിൻ്റെ ഒക്കെ എമുലേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു ഡ്രം സൗണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻ യുവർ ഫേസ് സൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് റിവേർബ് യൂസ് ചെയ്തിട്ട് ആ ഡ്രം സൗണ്ടിനെ ഒരു ചെറിയ ക്ലോസ് റിവേർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ റിവേർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അടുത്ത സൗണ്ടായിട്ട് ഫീൽ ചെയ്യും.
വലിയ എക്സ്പ്ലോസീവ് ഒരു എന്താ പറയുക, ഒരു സ്റ്റേഡിയം കൈൻഡ് ഓഫ് വൈബാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വലിയൊരു റിവേർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ റിവേർബിൻ്റെ എമൗണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ആ ഡ്രം സൗണ്ട് കുറച്ചും കൂടി ഒരു വലിയ ബാക്കോട്ട് പുഷ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി അപ്രണ്ട് ആയിരിക്കില്ല എനിക്ക്. ലെവലിൽ നിന്നുള്ള ലെവലിലല്ല ഞാൻ പറയുന്നത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് കുറച്ചും കൂടി ഒരു ദൂരത്തുനിന്ന് വരുന്ന ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുക. അങ്ങനെയാണ് ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് റിവേർബ് യൂസ് ചെയ്തിട്ട്. ഡ്രംസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ വോക്കൽസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വോക്കൽ ഭയങ്കരമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് അടുത്ത് നിന്ന് പാടുന്ന മാതിരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അതിനകത്ത് ഹോൾ റിവർബ് ഒന്നും ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്പേസിനകത്ത് ഇരുന്ന് പാടുന്ന ഏരിയ തോന്നുക. അല്ലെങ്കിൽ വലിയ പ്രീഡിയിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഡ്രൈ വോക്കൽസ് നമുക്ക് ഇങ്ങനെ ഇൻറ്റിമേറ്റായിട്ട് കേൾക്കുകയും ചെയ്യും, പക്ഷേ ബാക്കിൽ വലിയൊരു സ്പേസ് ഉള്ള മാതിരി നമുക്ക് തോന്നും, ഭയങ്കര ലെവൽ കുറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞാൽ വലിയൊരു സ്റ്റേഡിയം ആന്തം പോലത്തെ ഒരു പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വോക്കൽ കുറച്ചും കൂടി ബാക്കോട്ട് പുഷ് ചെയ്യുക. ഒരു റോക്ക് ബാൻഡ് ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന പോലെയൊക്കെയാണ് നമുക്ക് പെർസീവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ റിവേർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഡെപ്ത്തിന് നമുക്ക് റിവേർബ് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഒരു ഫ്രീക്വൻസി കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെപ്ത്ത് ഇപ്പം എങ്ങനെയാണ് പെർസീവ് ചെയ്യുക എന്നുള്ളത്. അത് പറയണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി എലമെൻറ്റുകൾ അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ മിക്കവാറും നമുക്ക് ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം അറിയുന്നുണ്ടെങ്കിൽ, കേൾക്കാനുള്ള വ്യത്യാസമല്ല, ഹൈ ഫ്രീക്വൻസി ഭയങ്കര ഡയറക്ഷണലാണ്. ലോ ഫ്രീക്വൻസി ഭയങ്കര ഒമ്നി ഡയറക്ഷണലാണ്, എല്ലാ ഭാഗത്തേക്കും ഫ്ലോ ചെയ്യും. അതേമാതിരി തന്നെ ലോ ഫ്രീക്വൻസിക്ക് കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഹൈ ഫ്രീക്വൻസി പെട്ടെന്ന് ഡിസ്പേഴ്സ് ചെയ്ത് പോവും, സ്കാറ്റർ ചെയ്ത് പോകും. ലൈറ്റിനെ പോലെ തന്നെ റെഡ് ലൈറ്റ് ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് ദൂരത്തേക്ക് കാണാൻ പറ്റും. ബ്ലൂ വയലറ്റ് ലൈറ്റുകൾ പെട്ടെന്ന് സ്കാറ്റർ ചെയ്യും. അങ്ങനത്തെ ഐഡിയാസ് തന്നെ. മറ്റേ സൺസെറ്റ്, എന്തുകൊണ്ട് ബ്ലൂ സ്കൈ, അങ്ങനത്തെ ഒക്കെ സീനുകൾ. ചില കാര്യങ്ങളിൽ ഈ ലൈറ്റും സൗണ്ടും തമ്മിൽ നമുക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഫ്രീക്വൻസീൻ്റെ കാര്യവും ഈ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നതും പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ഡീറ്റെയിൽസ് നമ്മൾ കൂടുതലും കേൾക്കുക അടുത്തുള്ള സോഴ്സുകളിൽ നിന്നായിരിക്കും. ഇപ്പോൾ അത് മനസ്സിലാക്കാനൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ദൂരത്തുനിന്ന് ചെണ്ടമേളം വല്ല അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ആ ഒരു ലോ എൻഡ് മാത്രമായിരിക്കും കേൾക്കുക, ബും 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 ബും, ആ ഒരു സാധനം മാത്രം. അത് കുറച്ചും കൂടി ദൂരം കുറഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അട്ടക്കട്ട അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കൂടുതൽ കേൾക്കുക. കുറേയും കൂടി അടുത്തേക്ക് എത്തുമ്പോഴാണ് ആ ചിൽ ചിൽ അത് കൂടുതലായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി കൂടുതൽ നമ്മൾ അടുത്തെത്തുമ്പോഴാണ് കേൾക്കുക. അപ്പോൾ ഡിസ്റ്റൻസും ഹൈ ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഒരു ഇൻറ്റിമേറ്റ് വോക്കൽസൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വോക്കൽസിനകത്തുള്ള ആ ഹൈ എൻഡ് ബ്രത്തും ഒരു ചെറിയ ന്യൂആൻസ്ഡ് ഡീറ്റെയിൽസും ആ ഒരു എയറൊക്കെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അടുത്തായിട്ട് ഫീൽ ചെയ്യും. ഈ എക്സാമ്പിൾ മറ്റേ ബില്ലി എയിലിഷിൻ്റെയൊക്കെ സോങ്ങുകൾ, അത് മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന മാതിരി പാടുന്നത്, അത് നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഒട്ടും റിവേർബില്ലാതെ ആ ഒരു ഹൈ ഫ്രീക്വൻസി കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഭയങ്കരമായിട്ട് പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അടുത്ത് നിന്ന് പാടുന്നതായിട്ട് തോന്നും, ആ ഒരു ഇൻറ്റിമേറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ റോക്ക് ബാൻഡ് ആന്തം പോലത്തെ സൗണ്ടൊക്കെയാണ് വേണ്ടത്, കുറച്ചൊരു വലിയ സ്പേസിൽ നിന്ന് പാടുന്ന ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഭയങ്കര ഈ ബ്രത്തിൻ്റെ ഡീറ്റെയിൽസും ഭയങ്കര ഹൈ എൻഡ് എയറിലുള്ള ആ ഒരു കുഞ്ഞു ഡീറ്റെയിൽസും വോയിസിലുള്ള ചെറിയ ക്രാക്കും അതൊന്നും അവിടെ അതൊക്കെ റെലവൻ്റാണ്. അത് നമുക്ക് ആ ഒരു മിഡ് റേഞ്ച് മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക, ആ ഒരു വലിയൊരു സൗണ്ട് എന്നുള്ള ലെവലിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സൗണ്ടിനകത്ത് ഈ ഹൈ ഫ്രീക്വൻസി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് അത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു വോക്കൽ, ഒരു സിന്ത് എലമെൻറ്റ് ഞാൻ വോളിയം കുറച്ചിട്ട് അത് ബാക്കോട്ട് മാറ്റി നിർത്തിയിട്ടും എനിക്ക് ആ സാധനം കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഇമ്പീഡ് ചെയ്ത് ഇങ്ങനെ ഇടങ്ങാറാക്കണ്ടെന്നുണ്ടെങ്കിൽ ആ സിന്തിൻ്റെ കുറച്ച് ഹൈ, ആ ഒരു ബ്രൈറ്റ് ഡീറ്റെയിൽസ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ, അത് മിക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ദൂരത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ് കുറയ്ക്കാൻ പറ്റും, കുറച്ചും കൂടി ഒന്നിട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഈ ഫ്രീക്വൻസി മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് 3 ഈ ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഡ്രംസ് എങ്ങനെ അപ്രണ്ട് ആക്കുക അല്ലെങ്കിൽ ബാക്കിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളത്. അതിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ റിവേർബ് വെച്ചിട്ടും അല്ലെങ്കിൽ ലെവൽ വെച്ചിട്ടും നമുക്ക് ഈ
പറഞ്ഞ പോലത്തെ എഫക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി അതിലെന്താ ചോദിച്ചതെന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ത്രൂ ചെയ്യണ സീനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രംസ് എത്ര ലെവൽ കൂട്ടിയിട്ടും ഇങ്ങോട്ട് പഞ്ച് കിട്ടുന്നില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഡെപ്തിൻ്റെ ഇഷ്യൂ അല്ല, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. ഒന്നെങ്കിൽ ലോ എൻഡ് ക്ലാഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രീക്വൻസി ക്ലാഷിൻ്റെയൊക്കെ ഇഷ്യൂ ആയതിന് ചാൻസ്. അതിനെ ടാക്കിൾ ചെയ്യാൻ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ പറയുന്ന മാതിരി കിക്കിൻ്റെ ഒന്നും പഞ്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു 5K 6Kയിലുള്ള ആ ഒരു അറ്റാക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു മഫിൾ ചെയ്ത സൗണ്ട് വരുന്നത്. അല്ല നിങ്ങൾ ഇലക്ട്രോണിക് മ്യൂസിക്കൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കട്ട് ത്രൂ ചെയ്ത് വരാത്തതിന് കാരണം മിക്കവാറും ബിസി മിക്സ് ആവുന്നതുകൊണ്ട് സൈഡ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ബിസി ഹെവി ഇലക്ട്രോണിക് മ്യൂസിക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ കിക്ക് സ്നെയറൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് വേറൊന്നിൻ്റെ ആവശ്യമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഡക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴേ ആ കിക്കും സ്നെയറൊക്കെ കുറച്ചും കൂടി അപ്പ് ഫ്രണ്ടായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അവിടെയൊന്നും റിവേർബിൻ്റെ ഒന്നും അങ്ങനെ സ്പേസും ഡെപ്തൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേറെ ഡ്രംസ് അപ്പ് ഫ്രണ്ടായിട്ട് കിട്ടാനുള്ള ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റർ, കംപ്രസർ, ഈ സാധനങ്ങൾക്ക് അറ്റാക്ക് മര്യാദയ്ക്ക് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ചില ലിമിറ്റേഴ്സിന് കുഴപ്പമുണ്ട്. നമ്മളുടെ ഡ്രംസിൻ്റെ ട്രാൻസിയൻസ് ഒരുമാതിരി തിന്ന് തീർക്കുക. ഒരു ഭയങ്കര ഒബ്വിയസ് ആയിട്ടല്ല, പക്ഷേ ചെറുതായിട്ട് ആ സ്നാപ്പ് പോയിട്ടൊരു പില്ലോയിലിടിക്കുന്ന ഒരു സൗണ്ടായി മാറും, ഒരു അങ്ങനത്തെ സൗണ്ടായി മാറും. അപ്പോൾ അതും ഇതേമാതിരി ഡ്രംസിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ചാട്ടം കുറയ്ക്കുന്ന ഒരു ഫീൽ ചെയ്യും. അപ്പോൾ അതിന് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്ററിന് പകരം ക്ലിപ്പിംഗ് യൂസ് ചെയ്യണമായിരിക്കും. ക്ലിപ്പിംഗ് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംഭവം ആക്ച്വലി ട്രാൻസിയൻസ് കട്ടാവുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യും ഡ്രംസിൻ്റെ ട്രാൻസിയൻസ് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട്. അതൊക്കെയാണ് അതിനുള്ള ഐഡിയാസ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ തോന്നിയത്. സോ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ 3 ഐഡിയാസും ഒക്കെ ഉണ്ട്. അതൊക്കെയാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി നീ ഇരിക്കുന്നു. താങ്ക്സ്.